ക്രിസ്ത്യാനികളുടെയും യഹൂദരുടെയും വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. ഹീബ്രു ഭാഷയിലുള്ള പഴയ നിയമം മാത്രമാണ് യഹൂദർക്ക് ബൈബിൾ. എന്നാൽ പഴയ നിയമവും പുതിയ നിയമവും ചേർന്നതാണ് ക്രിസ്ത്യാനികളുടെ ബൈബിൾ. ചെറിയ പുസ്തകം എന്നർത്ഥം വരുന്ന ബിബ്ലിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ബൈബിൾ എന്ന പദം പ്രയോഗത്തിലെത്തിയത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ രേഖയായും ദൈവവചനമായും ഒക്കെയാണ് വിശ്വാസികൾ ബൈബിളിനെ കരുതപ്പെടുന്നത്. എന്നാൽ ബൈബിളിനെ സാഹിത്യ സൃഷ്ടിയായോ ചരിത്രരേഖയായോ സമീപിക്കുന്നവരുമുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഏക ഗ്രന്ഥമാണ് ബൈബിൾ. 469 ഭാഷകളിൽ ബൈബിൾ പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. ഹീബ്രു ബൈബിൾ അഥവാ യഹൂദ ബൈബിൾ എന്നും അറിയപ്പെടുന്നു. യഹൂദർ ഇതിനെ തനക് എന്ന് വിളിക്കുന്നു. 3 വിഭാഗങ്ങളായി തിരിച്ച 24 പുസ്തകങ്ങൾ അടങ്ങുന്നതാണ് ഹീബ്രു ബൈബിൾ. ഒന്നാമത്തേത് തോറ, അതായത് നിയമം. രണ്ടാമത്തത് നിവിം, പ്രവാചകന്മാർ. മൂന്നാമത്തത് കെതുവിം, അതായത് വൃത്താന്തം. എന്നിവയാണ് ഹീബ്രു ബൈബിളിലെ 3 വിഭാഗങ്ങൾ. ആദ്യമായി തന്നെ തോറ എന്താണെന്ന് നമുക്ക് നോക്കാം. മോശയുടെ കൽപ്പനകൾ എന്നും ഈ ഭാഗം അറിയപ്പെടുന്നു. 5 പുസ്തകങ്ങളാണ് ഈ തോറ എന്ന വിഭാഗത്തിലുള്ളത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, ആവർത്തന പുസ്തകം. ദൈവ മനുഷ്യ ബന്ധത്തിന്റെ 3 തലങ്ങളാണ് തോറ പ്രതിപാദിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ 11 അധ്യായങ്ങളിൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും മനുഷ്യനെ അതിന്റെ കേന്ദ്രമായി മാറ്റുന്നതും വിവരിക്കുന്നു. തുടർന്നുള്ള 39 അധ്യായങ്ങൾ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്നിവരുമായി ദൈവം നടത്തുന്ന ഉടമ്പടിയെ പറ്റി വർണ്ണിക്കുന്നു. അബ്രാഹത്തിനോട് സ്വന്തം ദേശമായ ഊർ വിട്ട് കാനാൻ ദേശത്തേക്ക് പോകുവാൻ നിർദ്ദേശിക്കുന്നത് ഈ ഭാഗത്താണ്. ഇസ്രായേലിന്റെ മക്കൾ ഈജിപ്തിൽ അടിമകളായി എത്തിയ സംഭവം ഇവിടെ വായിക്കാം. തോറായിലെ ശേഷിക്കുന്ന 4 പുസ്തകങ്ങളുടെയും കേന്ദ്രബിന്ദു ആദ്യത്തെ പ്രവാചകനായി കണക്കാക്കപ്പെടുന്ന മോശയാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിയരെ മോചിപ്പിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് അവരെ നയിക്കുന്ന പ്രവാചകനാണ് മോശ. പൂർവ്വപിതാക്കന്മാരുമായി ദൈവം ഏർപ്പെട്ട ഉടമ്പടി സീനായി മലയിൽ വെച്ച് പുതുക്കിയ ഭാഗവും യഹൂദരുടെ നിയമങ്ങളുടെ കേന്ദ്രബിന്ദുവായ 10 കൽപ്പനകൾ ദൈവം മോശയ്ക്ക് നൽകുന്ന ഭാഗവും പുറപ്പാടിന്റെ പുസ്തകത്തിൽ കാണാം. മോശയുടെ മരണത്തോടെയാണ് തോറ അവസാനിക്കുന്നത്. അടുത്തതായി നിവിം, അതായത് പ്രവാചകന്മാർ. നിവിങ് അഥവാ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ ഇസ്രായേൽ രാജഭരണത്തിന് കീഴിൽ കേന്ദ്രീകരിക്കപ്പെടുന്നതും പിന്നീട് 2 വിഭാഗങ്ങളായി തിരിയുന്നതും രാജാക്കന്മാരുടെയും ജനങ്ങളുടെയും ഇടയിലേക്ക് ദൈവത്തിന്റെ വിധി നടപ്പാക്കുവാൻ പ്രവാചകന്മാർ എത്തുന്നതും വിവരിക്കുന്നു. ഇസ്രായേലിയരെ അസീറിയക്കാരും യഹൂദരെ ബാബിലോണിയക്കാരും കീഴടക്കുന്നതോടെയാണ് പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ അവസാനിക്കുന്നത്. യഹൂദ പാരമ്പര്യമനുസരിച്ച് നിവീം 8 ഭാഗങ്ങളായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ജോഷുവ, ന്യായാധിപന്മാർ, സാമുവേൽ, രാജാക്കന്മാർ, ഏശയ, ജെറമിയ, എസേക്യൽ, കൂടാതെ 8ാമത്തെ ചെറുപ്രവാചകന്മാരെ ഇപ്രകാരം തരംതിരിച്ചിരിക്കുന്നു: ഹോസിയ പ്രവാചകൻ, ജോയേൽ, ആമോസ്, ഒബാദിയ, യോന, മീക, നാഹൂം, ഹബുക്ക്, സെഫാനിയ, ഹഗായി, സക്കറിയ, മലാഖി. അടുത്തതായി കെതുവിം. പണ്ഡിത മതപ്രകാരം കെതുവിം ഗ്രന്ഥങ്ങൾ യഹൂദരുടെ ബാബിലോൺ പ്രവാസ കാലത്ത് അതിനുശേഷമോ എഴുതപ്പെട്ടവയാണ്. യഹൂദ പാരമ്പര്യമനുസരിച്ച് കാനോനികമായി, അതായത് ദൈവാനുവിഷേദമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അവസാന പുസ്തക സഞ്ചികയാണ് കെതുവിം. 11 പുസ്തകങ്ങളാണ് ഈ വിഭാഗത്തിലുള്ളത്. അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, ജോബ്, ഉത്തമഗീതങ്ങൾ, റൂത്ത്, വിലാപങ്ങൾ, സഭാപ്രസംഗകൻ, എസ്തർ, ദാനിയേൽ, എസ്ര, നെഹമ്യ, ദിനവൃത്താന്തമാണ് അവയെല്ലാം. കത്തോലിക്ക ബൈബിൾ. യഹൂദരുടെ ബൈബിളിൽ നിന്നും വ്യത്യസ്തമാണ് ക്രിസ്തീയ ബൈബിൾ. പഴയ നിയമ ഗ്രന്ഥങ്ങൾ മാത്രമുള്ള യഹൂദ ബൈബിൾ രക്ഷകന്റെ അവതാരത്തിനായി കാത്തിരിക്കുകയാണ്. എന്നാൽ യേശുവിൽ ഈ രക്ഷനെ കണ്ടെത്തുകയാണ് ക്രിസ്തീയ ബൈബിളിന്റെ ധർമ്മം. അതുകൊണ്ട് തന്നെ യേശുവിന്റെ പ്രബോധനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ നിയമമാണ് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. പഴയ നിയമം. ഹീബ്രു ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും ക്രിസ്തീയ ബൈബിളിന്റെ പഴയ നിയമത്തിലുണ്ട്. എന്നാൽ പല പെന്തക്കൊസ്ത സമൂഹങ്ങളും ഇതിൽ പല ഗ്രന്ഥങ്ങളും കൂട്ടിച്ചേർത്തതാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കൂട്ടിച്ചേർത്തു എന്ന് അവർ പറയുന്ന ഗ്രന്ഥങ്ങളെ അവർ അപ്പോക്രിഫ എന്ന് വിളിക്കുന്നു. റോമൻ കത്തോലിക്ക സഭ അംഗീകരിച്ചിരിക്കുന്ന ബൈബിൾ
തനക്കിലെ 24 പുസ്തകങ്ങൾക്ക് പുറമെ താഴെ പറയുന്നവയും കാനോനികമായി അംഗീകരിച്ചിട്ടുണ്ട്. തോബിത്ത്, യൂദിത്ത്, ജ്ഞാനം, പ്രഭാഷകൻ, 1 മക്ബയർ, 2 മക്ബയർ, ബാറൂക്ക്. ഇതിനു പുറമെ എസ്തർ, ദാനിയൽ എന്നീ പുസ്തകങ്ങളെയും യഹൂദ ബൈബിളിൽ ഇല്ലാത്ത ചില ഭാഗങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളാട്ടെ താഴെ പറയുന്ന ഗ്രന്ഥങ്ങളും അംഗീകരിക്കുന്നു. മുകളിൽ പറഞ്ഞിരിക്കുന്ന പലതും ഇനി പറയുന്നവ തന്നെയാണ്, എന്നാൽ അതിന്റെ ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ട്. തോബിത്ത്, തൂബിത്ത്, യഹൂദിത്ത്, യൂദിത്ത്, എസ്തേർ, എസ്തേർ, മഹാജ്ഞാനം, യേശുബാർ അസീറെ, അർത്ഥം അസീറിന്റെ മകൻ യേശു, എറമ്യായുടെ ലേഖനം, ബാറൂക്കിന്റെ 1-ാം ലേഖനം, ബാറൂക്കിന്റെ 2-ാം ലേഖനം, ദാനിയൽ, 1 മക്ബായർ, 2 മക്ബായർ. ഇതുപോലെ തന്നെ കിഴക്കൻ ഓർത്തഡോക്സ് സഭയായ റഷ്യൻ ഓർത്തഡോക്സ് സഭ എസ്തേർ 2 കൂടി അംഗീകരിച്ചു ചേർത്തിട്ടുണ്ട്. ക്രിസ്തീയ ബൈബിളിലെ പുസ്തകങ്ങളുടെ എണ്ണം ഓരോ ക്രിസ്തീയ വിഭാഗങ്ങളിലും വ്യത്യസ്തമാണെങ്കിലും വിശുദ്ധ ബൈബിളിന്റെ ഉള്ളടക്കത്തിലും അത് മുൻപോട്ട് വയ്ക്കുന്ന പ്രധാന ആശയവുമായ ഈശോ മിശിഹ വഴിയായുള്ള രക്ഷയുടെയും കാര്യത്തിലും അത് ഏകാതാനത പുലർത്തുന്നു. യേശുവിന്റെ ജനനവും ജീവിതവും മരണവും പുനരുദ്ധാനവും കേന്ദ്രമാക്കി 27 പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. ക്രിസ്തീയ ബൈബിളിലെ പുതിയ നിയമം മിക്കവാറും എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ഈ 27 പുസ്തകങ്ങളും അംഗീകരിക്കുന്നുണ്ട്. താഴെ പറയുന്നവയാണവ: ബൈബിളിലെ സുവിശേഷങ്ങൾ, മത്തായിയുടെ സുവിശേഷം, മാർക്കോസിന്റെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, ആദികാല സഭാചരിത്രം, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ. അടുത്തത് റോമാക്കാർക്ക് എഴുതിയ ലേഖനങ്ങൾ, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം, കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം, എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, കൊളോസിയർക്ക് എഴുതിയ ലേഖനം, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം, തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം, തീത്തോസിന് എഴുതിയ ലേഖനം, ഫിലമോൻ എഴുതിയ ലേഖനം, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം, കത്തോലിക്ക ലേഖനങ്ങൾ, യാക്കോബ് എഴുതിയ ലേഖനം, പത്രോസ് എഴുതിയ ലേഖനം, പത്രോസ് എഴുതിയ 2-ാം ലേഖനം, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം, യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം, യൂദാ ശ്ലീഹ എഴുതിയ ലേഖനം, യോഹന്നാന് ലഭിച്ച വെളിപാട്. ഇവയെല്ലാമാണ് പുതിയ നിയമത്തിൽ പ്രതിപാദിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൽക്കട്ടയിലെ ചാപ്ലയിലായിരുന്നു ഡോക്ടർ ക്ലോഡിയസ് ബുക്കാനൻ 1806 മലബാർ സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ നിയമപ്രകാരം മലങ്കര മെത്രാപ്പോളിത്തയായ മാർ ദിവാനിയസിന്റെ മേൽനോട്ടത്തിൽ 1807 4 സുവിശേഷങ്ങൾ സുറിയാനിയിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ ആരംഭിച്ചു. ഈ യത്നത്തിൽ സഹകരിച്ചവരിൽ പ്രമുഖനാണ് കായംകുളം ഫിലിപ്പോസ് റംബാൻ. 1811 ഈ 4 സുവിശേഷങ്ങളും ഒരു പുസ്തകമായി ബോംബെയിലെ കൂറിയർ പ്രസിൽ നിന്ന് അടിച്ചു പ്രസിദ്ധീകരിച്ചു. സുറിയാനിയിൽ നിന്നുള്ള പദാനുപദ വിവർത്തനം ആയതിനാൽ ധാരാളം സുറിയാനി പദങ്ങൾ ആ വിവർത്തനത്തിൽ കടന്നുകൂടിയിരിക്കുന്നു. 1817 ബൈബിൾ പൂർണ്ണമായി തർജ്ജിമ ചെയ്യുവാനും കോട്ടയത്ത് നിന്ന് അത് പ്രസിദ്ധീകരിക്കുവാനും ബൈബിൾ സൊസൈറ്റി തീരുമാനിച്ചു. അതിനുവേണ്ടി ചർച്ച് മിഷണറി സൊസൈറ്റി CMS ബെഞ്ചമിൻ ബെയ്ലിയുടെ സേവനം വിട്ടുകൊടുത്തു. കൊച്ചിക്കാരനായ എബ്രായ ഭാഷാ പണ്ഡിതൻ മോശെ ഈഷർഫനി എന്ന യഹൂദൻ, ത്രിഭാഷാ പണ്ഡിതനായ ചാത്തുമേനോൻ, സംസ്കൃത പണ്ഡിതനായ വൈദ്യനാഥ് അയ്യർ എന്നിവരുടെ സഹകരണം വിവർത്തന പ്രക്രിയയിൽ ബെയ്ലിക്ക് ലഭിച്ചു. 1825 ബെയ്ലി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ ഒരു താൽക്കാലിക മലയാള തർജ്ജിമ പ്രസിദ്ധീകരിച്ചു. 1829 ബൈബിൾ സൊസൈറ്റിയുടെ മദ്രാസ് ഓക്സിലറി ബെയ്ലിയുടെ ആദ്യത്തെ പുതിയ നിയമ തർജ്ജിമ കോട്ടയം CMS പ്രസിൽ അച്ചടിച്ചു പ്രസിദ്ധീകരിച്ചു. 1835 ബെയ്ലിയുടെ പഴയ നിയമ തർജ്ജിമ പൂർത്തിയായി. മദ്രാസ് ഓക്സിലറി 1841 അത് പ്രസിദ്ധീകരിച്ചു. ഇത് ബൈബിളിന്റെ പരിഷ്കരിച്ച പതിപ്പ് 1859 പ്രസിദ്ധീകരിച്ചു.